പിന്നെ ഒരു കാര്യം ഇവിടെ രായനെ ഞാൻ ഇപ്പോഴും കോലീഡർ ആക്കുന്നില്ല കാരണം അവൻ 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 എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം. ഇവിടെ കുറെ പുതിയ മെമ്പേഴ്സ് ആണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ട് രായനെ കൊണ്ടുവന്നിട്ട് ഇവനെ കോലീഡർ ആണ്, പുള്ളി പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതാവത്തില്ല. ഇപ്പം നീലൻ എങ്ങനെ ഐഡിയൽ ആയത് ആ റെസ്പെക്ട് അവൻ ഏൺ ചെയ്തെടുത്തതാണ്. അതുപോലെ രായൻ അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് അവർ തമ്മിലൊരു ഫ്രണ്ട്ലി ബോണ്ട് വരുന്ന സമയത്ത് നമുക്ക് കോ ലീഡർ പൊസിഷനിലോട്ട് കൊണ്ടുവരാം. അതാണ് എന്നെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ ഡിസിഷൻ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് രായനെ പഴയ മെമ്പർ ആണെന്ന് പറഞ്ഞ് ഞാൻ നേരെ വന്നിട്ട് രായനെ കോ ലീഡർ ആക്കിയാൽ അത് ശോകമാണ്. പുതിയ മെമ്പേഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട്. ഹലോ വസന്ത, ഞാൻ കേടി ആയിരുന്നു ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു മറ്റേ ആർമിന്ന്. പറഞ്ഞു സാർ, അപ്പൊ ഞങ്ങള് ഒരു വാക്സിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മിനിയാന്ന് ജോക്കിയും അതുപോലെ നമ്മുടെ കെവിയിലെ ജോണി മാമനും കൂടെ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വാക്സിൻ തരാനായിരുന്നു. നിങ്ങൾ അവിടെ ഫ്രീ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റിന്റെ കേസുള്ളൂ. നമ്മൾ 2 യൂണിറ്റ് ആയിട്ട് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വാക്സിൻ തന്നിട്ട് ഞങ്ങൾ ലീവ് ചെയ്തോളാം. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അങ്ങോട്ട് വരാം. വാക്സിനായിട്ട് വരുന്നുണ്ട് ആൾക്കാര് നമ്മളെ കുത്തിവെക്കാൻ. ജോക്കി ഏതോ വാക്സിൻ എന്തായാലും പോയി റിവീൽ ചെയ്തായിരുന്നു ജോക്കി. എന്റെ പൊന്നു വാസു, ഞാൻ ഇന്നലെ സിറ്റി വന്ന സമയത്ത് എന്റെ അടുത്ത് നിന്റെ ഡമ്മി ഒരുത്തനെ സെറ്റാക്കി അവിടെ നിർത്തിയേക്കുന്നു. എന്താ നിന്റെ ഒരു ഡമ്മി ഒരുത്തനെ അവിടെ സെറ്റാക്കി നിർത്തിയേക്കുന്നു. അവർക്ക് കേക്കേ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഇവര് വാക്സിന്റെ സാധനം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡമ്മിയുടെ കൂടെ ഞാൻ വരണോ. എനിക്ക് മനസ്സിലായില്ല ജോക്കി എന്താണെന്ന്. എടാ, ഇവിടെ ഒരു ഗാരു ഇല്ലായിരുന്നു. സോങ് ഓഫ് ആക്കാനോ? സോങ് എന്ത് എവിടുന്ന് കേൾക്കുന്നു? നിങ്ങക്ക് പാട്ടെല്ലാം കേൾക്കുന്നു? ഓരോന്നിനെ ഉണ്ടാക്കി ഇട്ടോളൂ. ചന്ദ്രു ഇവ എന്നെ വിളിച്ചു കേട്ടോ. ചന്ദ്രു എന്നാ പാട്ടോടെ നിർമ്മിക്കാം. അപ്പം ജോക്കി ഇവിടെ നിന്ന് പറഞ്ഞ ഗ്യാങ് ഹൗസ് മൊത്തം കേൾക്കാം. ഇത് മൈക്കല്ലേ, സ്പീക്കർ എല്ലാം വെളിയിലല്ലേ വെച്ചിരിക്കണേ. എന്തൊരു കഷ്ടമാണ്. ഇതൊരു ഒരു പ്രൈവസി ഉള്ള റൂമില്ലേ നമ്മുടെ ഇവിടെ വാ. വലിയ പ്രൈവസി ഉള്ള സാധനമൊന്നും. ഇത് എന്താണ് ഇത്? നമ്മള് വാസു പ്രത്യേകം വെളിയിലോട്ട് വാ ജോക്കി. ജോക്കി ഇവിടെ നിന്ന് സംസാരിച്ച നമ്മളിപ്പം താഴെ മീറ്റിംഗ് റൂമാ, നേരെ താഴെ അവർക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ കേൾക്കാൻ പറ്റാത്ത കക്കൂസും ഉണ്ടോ? വാ, കൊണ്ടുണ്ട് വാ. എന്തൊരു കഷ്ടമായി. ഇവിടെ നേരെ താഴെ അടയ്ക്കോ. ഓ, തെങ്ങേന്ന് വീണ് കേട്ടോ ഞാൻ. ഇല്ല വാ 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 ബ്രോ. ഇവര് പോയപ്പോൾ കൂടെ നിന്നവർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജോക്കി ഒറ്റ സെക്കൻഡ് എനിക്കൊരു സമയം തരും. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒറ്റ സെക്കൻഡ് ബ്രോ. ഇവര് പോയപ്പോ എന്റെ കൂടെ നിന്ന പിള്ളേരുടെ അടുത്ത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷേ ഇപ്പൊ തിരിച്ചു വന്നവരെ പറ്റിയല്ല ഞാൻ പറയണത്. എന്റെ കൂടെ നിന്ന പിള്ളേരുടെ അടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ആ 2 പേരിൽ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 പേരിൽ പുതിയ 2 ആൾക്കാരോട് ആഡായി. അപ്പൊ ഇപ്പം TV ഒക്കെ അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരേ ഇമ്പോർട്ടൻസേ കൊടുക്കത്തുള്ളൂ, എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോത്തിനും ഓരോ കാരണം ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ ഒരു പെർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരിച്ചറിവ് വരും. മനസ്സിലായ? അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതൊരു പെർട്ടിക്കുലർ സമയമാകുമ്പം എല്ലാവരും മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും ഇനി പറയാനില്ല. ജോക്കി പറ ജോക്കി. അതായത് നമ്മുടെ സിറ്റിയിൽ ഒരു ഗാരു വൈറസ് ഇല്ലായിരുന്നു. ഭീമാകാരം എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ചന്തിക്ക് ഈ വൈറസ് കയറിയതിനു ശേഷമാണ് ഗാരു വൈറസ് എന്ന് ഈ വൈറസിന് പേരിട്ടേക്ക്. ഭീമാകാരം എന്ന് പറയുന്ന ഒരു ആള് നമ്മുടെ സിറ്റിയിൽ ഉണ്ടായിരുന്നു.
പുള്ളിക്ക് പെട്ടെന്ന് പനിയും ജലദോഷവും വന്ന് പുണ്ടിക്ക് എന്തോ കടിച്ചെന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഗാരു എന്നുള്ളൊരു വൈറസാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കണ്ടുപിടിച്ചു. ഡോക്ടർ വർഗീസ് ജിയും രാഘവ് ജിയും. വർഗീസ് ജി XMD-യുടെ ഹെഡാണ്. ഓക്കെ, അങ്ങനെ സെനിത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗാരു വൈറസ് എന്നൊരു സാധനം ലോഞ്ച് ചെയ്തത്. അങ്ങനെ നമ്മൾ KD അറിയാമോ? KD ഇത് വലിയൊരു കഥയാണ്, സമയം എടുക്കും, കുറച്ച് പ്രശ്നമുണ്ടോ? ഇല്ല, KD അറിയാം. KD-യുടെ ഒരു പെങ്ങളുണ്ട്, മിയ ഖലീഫ. ചന്ദ്ര കുറച്ച് പ്രൈവസി തരൂ ചന്ദ്ര. മിയ ഖലീഫ എന്ന് പറയുന്ന ഒരു അനിയത്തിയുണ്ട് KD-ക്ക്. മിയ ഖലീഫ നല്ല പേരല്ലേ? മിയ ഖലീഫ. അത് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ എന്തോ ഒരു ബിൽഡിംഗ് അല്ലേ അത്? അത് ബുർജ് ഖലീഫ, ഇത് മിയ ഖലീഫ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിയ ഖലീഫയ്ക്ക് ഇങ്ങനെ ഒരു വൈറസ് കിട്ടി. ഈ നമ്മളെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭീമാകാരത്തിന് കിട്ടിയ വൈറസ് എങ്ങനെ മിയ ഖലീഫയ്ക്ക് കിട്ടി, അത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. നമ്മൾ അതിലെ കൂടെ ആണെന്ന് ചിന്തിക്കാൻ പോകരുത്. നമ്മൾ അത് മനസ്സിലങ്ങ് ഫലിപ്പിക്കുക. ഏത് ഭീമാകാരന്റെ ബാക്കിൽ വൈറസ്? അതെ, ഏത് മറ്റേതായിട്ട് നമ്മളങ്ങ് ഫലിപ്പിക്കുക. നമ്മൾ അതിനെ കുറിച്ച് ചൂഴ്ന്ന് ചിന്തിക്കാൻ പോരുത്. നമ്മൾ മനസ്സിലങ്ങ് വിചാരിക്കുക ഭീമാകാരത്തിന് വൈറസ് ഉണ്ട്, എന്നാൽ മിയ ഖലീഫയ്ക്കും വൈറസ് ഉണ്ട്. KD നമ്മുടെ ഒരു സഹോദര തുല്യം കാണുന്നിടത്തന്നല്ലേ, അവന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ ഭീമാകാരം മിയ ഖലീഫിനെ? അല്ല, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ അതാണ്. അങ്ങനെ ഇരിക്കെ മിയ ഖലീഫയ്ക്ക് എന്തോ മിയ ഖലീഫയുടെ ദേഹത്തോട്ട് എന്തോ ഒരു ഉണ്ട കയറി. എന്തോ ഒരു ഉണ്ട കയറി. ആ ഉണ്ടയെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഒരു ഉണ്ട കയറി. അല്ല എടാ, മൊത്തം പറയട്ടടാ, ഇതെന്താണിത്? ഒരു ഉണ്ട കയറി. ഉണ്ട കയറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ ഗാരു വൈറസ് ഓൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ ഈ ഗാരു വൈറസിന്റെ ആന്റിഡോട്ട് ആ ഉണ്ട കയറിയ മിയ ഖലീഫയുടെ ചന്തിന്ന് കിട്ടി. അങ്ങനെ ഗാരു വൈറസിന്റെ ആന്റിഡോട്ട് ഡോക്ടർ വർഗീസ് ജിയും ഡോക്ടർ രാഘവ് ജിയും ക്രോണോസ് ജിയും കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മൾക്കാണല്ലോ സിറ്റിയിൽ പവർ കൂടുതൽ, KVA TVA. അപ്പൊ KVAയുടെ ലീഡറായ കാർലോയും TVA-യുടെ ലീഡറായ വാസു. അങ്ങനെ ഇരിക്കെ നമുക്ക് കോണ്ടാക്ട് ഇഷ്ടം പോലെ. ഈ ആന്റിഡോട്ട് കണ്ടുപിടിച്ചപ്പോ ഈ ഗാരു വൈറസ് സിറ്റിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവര് നമുക്ക് വൈറസ് തരും. അല്ല, വൈറസ് അല്ല, ആന്റിഡോട്ട് തരും ചെയ്യാൻ വേണ്ടിട്ട്, ആൾക്കാർക്ക് കൊടുക്കാൻ. നമ്മൾ രണ്ടും സ്ട്രോങ്സ്റ്റ് ഗ്യാങ്, 2 ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ഗ്യാങ്സ് നമ്മളാണല്ലോ. ഇത് കൊണ്ടുപോകാനാണ് ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയണത്. അല്ല, എടുത്തെടുത്ത് പറയുന്നതല്ല, നമ്മുടെ ആവശ്യമാണ്. അപ്പം ഈ KK ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസേര എടുത്തത് ജെ അടിച്ചാൽ മതി, ഇറക്കി പിടിച്ചാൽ അങ്ങനെ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ മൈക്കൊന്ന് ശരിയായിക്കോ. മുന്നിനകത്ത് കയറണ നിനക്ക് ഇല്ലാത്ത സാധനം പിടിക്കാം. ചില്ലറ സൈസ് കേട്ടോ. അപ്പൊ ഷൗട്ട് ഇടുവോ ചോക്കി? ഷൗട്ട് എങ്ങനെ വെച്ചോ? അതേതായിരുന്നു ബട്ടൺ? നിങ്ങൾക്ക് എന്റെ അകത്ത് മറ്റേ ബാക്ക് സ്പേസിന്റെ ഇപ്പുറത്തെ പ്ലസ്സാ. ഇതിപ്പോ ഞാൻ ചന്ദ്ര അത് പറഞ്ഞു വിടറാ. എക്സോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പൊ കേക്കാവോ? കേക്കാം. വേണമെങ്കിൽ ഇവിടെ കാണാൻ റൈറ്റ് സൈഡ് താഴെ, റൈറ്റ് സൈഡ് ഏറ്റവും താഴെ ഷൗട്ട് കാണിക്കും. ഷൗട്ട് നോർമൽ. എന്നിട്ട് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? കേക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ ഫോണൊന്ന് മാറ്റി വെക്കുക വാസു, ഇതൊന്ന് സംസാരിച്ചോട്ടെ. വണ്ടി മുതുക്കി കിടക്കും. പിന്നെ എനിക്കൊരു ഫോട്ടോ കിട്ടിയായിരുന്നു. വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചോട്ടെ, ഈ പാതിരാ കളിയുടെ ഓദർ അണ്ണു അല്ലേ? പാതിരാ കളിയുടെ എന്നുള്ള അതിന്റെ ഓദർ അല്ലേ അണ്ണു? നിനക്ക് എന്താ ചന്ദ്ര, നിനക്ക് എന്താ ഈ പുള്ളി നിനക്ക് ഇറിറ്റേറ്റ് ചെയ്യുമ്പോ നിനക്ക് എന്താ കിട്ടണേ? എടേ, അണ്ടി ഇല്ലാത്തവനെ, അണ്ടി ഉള്ളവൻ അണ്ടി ഇല്ലാത്തവനെ കാണുമ്പോൾ ഒരു കുശുമ്പ് വരുന്നില്ലേ? അതാണ് ബേസിക്കലി. എത്ര കുഞ്ഞാല് തുടങ്ങിയതാ പറയുന്നത്. നിനക്ക് ഇല്ലാത്തത് പിടിച്ചതാ ഞാൻ, നീ അവിടെ ഇരിക്കേ. അപ്പം കേക്ക് വളർത്തുവാണോ ഇതിനെയൊക്കെ? കേക്ക് ചന്ദ്ര
മൈര എണീറ്റ് പോ. ഞാനൊരു കാര്യം പറയാം. അവിടെ കേക്ക് ഒരു തീരുമാനം എടുത്ത് നമ്മൾ 2 ഗാങ്സും കൂടെ ഇത് സ്പ്രെഡ് അപ്പ് ചെയ്യണം. നിന്റെ ആന്റിഡോട്ട്. ഓക്കെ. അപ്പം വാസു ഉണ്ടോ? വാസു ഇല്ല. കാർലോ ഉണ്ടോ? കാർലോ ഇല്ല. അന്ന് തന്നെ ലോഞ്ചും ചെയ്യണം. എന്നെ കേക്കെ വിളിച്ചിട്ട് മറ്റേ മിസ്റ്റർ എക്സിന്റെ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. ഓഫീസിലോട്ട് ചെന്ന് നോക്കിയപ്പോ നിന്റെയും കാർലോടെയും ഓരോ ഡമ്മി ഇരിക്കുന്നു. അതെ, ഇതുപോലെ രൂപസാദൃശ്യമൊക്കെ എടുത്തോണ്ടോ വീട്ടില്. എന്നിട്ട് വാസു ഒന്നെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും, അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് ഒന്നും മിണ്ടായിരിക്കും അരോചകം കോ ലീഡർ. അല്ല, ഇവനെ സസ്പെൻഡ് ചെയ്തേക്കുമല്ലേ? അതെ, അതാ പറഞ്ഞ അരോചകം കോ ലീഡർ എന്ന്. നമ്മള് ബന്ധമല്ലേ പറഞ്ഞ. എന്നിട്ട് എന്താ 2 ഹിസ്റ്ററി വിൽ റിപ്പീറ്റ്. ഇമാതിരി മൂഞ്ചിത്രം കാണിച്ചിട്ട് പോയിട്ട് വൺ ഡേ ദാറ്റ്സ് ഇറ്റ്. മൂഞ്ചിത്രം കാണിച്ച ആരും തിരിച്ചിവിടെ വന്നിട്ടില്ല ബ്രോ. ദാറ്റ്സ് ഇറ്റ്. വരുത്തതും ഇല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. മൂഞ്ചിത്രം കാണിച്ച ഒരാളും തിരിച്ചിവിടെ വരത്തില്ല. കാണിക്കാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. എടേ, ഇതിങ്ങനെ 24 ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പോസ് ആയി കഴിഞ്ഞാൽ നീ ഇടയ്ക്ക് സംസാരിക്കല്ലടാ പ്ലീസ്. എന്നിട്ട് ഡമ്മി ഇരിക്കുന്നു. വാസു എനിക്ക് സീരിയസ്ലി എനിക്ക് വാസു അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ മാറത്തരാ. ജോക്കി ഇവിടുന്ന് എണ്ണിക്കാൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇനി റീഫ്രഷ് അടിക്കണം. അത് തന്നെ അടിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങ് വാ, നീ എവിടെ ഇരി. ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് 100 കോണ. നിനക്ക് റെസ്പെക്ട് ഇല്ലടാ ചന്ദ്ര. നിനക്ക് കുറച്ച് അധിക വർത്താനോ അധികം ഇതും ആവുന്നുണ്ടേ. ക്ഷമിക്കണം, എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതല്ല, ഞാൻ അണ്ണന്റെ അടുത്തൊരു ഇതുണ്ടല്ലോ ഒരു അന്ന് തന്നെ ഒരു മാനസിക സംഘർഷത്തിലാക്കല്ലേ നീ. ഇങ്ങോട്ട് വാ 3 ഇവിടെ കുത്തിരി. മിണ്ടരുത്. ഞാൻ ഈ കഥ പറഞ്ഞു തീരുന്ന വരെ മിണ്ടരുത്. ദൈവത്തെ ഓർത്ത് വിഷമിപ്പിക്കരുത്. മനസ്സിലായോ? മന്ദാരത്തിന് കേൾക്കണോ? നീയും കുത്തിരി. അങ്ങനെ 2 ഡമ്മികൾ. കാർലോയുടെ ഡമ്മി, വാസുവിന്റെ ഡമ്മി. ഞാൻ കേക്ക് എടുത്തൊരു കാര്യം ചോദിച്ചു. ഇത് നിങ്ങൾക്കൊരു കുട്ടിക്കളിയായിട്ട് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. നിന്റെ ഡമ്മി വെച്ചിട്ട് ഒരു ലോഞ്ച് നടത്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു നാണക്കേടല്ലേ ഇത്? നിന്നെ വിളിച്ചില്ല. നിന്നെ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റിയില്ല. വരാൻ പറ്റിയില്ല. അവർക്ക് അന്ന് തന്നെ ലോഞ്ച് നടത്തണം. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് നിന്റെ അടയാളൊക്കെ ഇരിക്കുന്ന 2 ആൾക്കാര്, നിന്റെ വാസു കാർലോടെ. അപ്പൊ ഞാൻ പറഞ്ഞ് നിക്കരുത്, കുത്തിരിടിമാ. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇത് പറ്റത്തില്ല. അപ്പൊ ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞ് എന്നാ ഒരു കാര്യം ചെയ്യാം, KVA മറ്റേ ജോണിമാമനെയും ഇവിടുന്ന് എന്നെയും വിളിക്കാം. അയാളാണെങ്കിൽ ഒരു ഭൂലോക പേടിത്തൂറി, പറയാതിരിക്കാൻ വയ്യ. ഞാനാണെങ്കിൽ ഞാൻ നമ്മുടെ 4 പിള്ളേരെ വിളിച്ചിട്ട് വാടാന്ന് പറഞ്ഞ് അതിനകത്തോട്ട് കയറി വന്ന് നമ്മൾ സെറ്റാക്കി, നമുക്ക് എല്ലാം സെറ്റാക്കി, ഞാൻ പറഞ്ഞ കണക്ക് എല്ലാം സെറ്റാക്കി. പക്ഷെ ഈ കള്ളക്കിളവനുണ്ടോ വരുന്നില്ല. പുള്ളി എനിക്കൊരു പിക്ക് അയച്ചു തന്നെ കേടി. അതിനകത്താണെങ്കിൽ യമകണ്ഠൻ മിസൈലുകളുമായിട്ട് സെനിത് ഗ്രൂപ്പ് ഇത് തടയാൻ വേണ്ടിട്ടിരിക്കും. ഹലോ സാറേ, ഞങ്ങള് പുറത്തുണ്ടായിരുന്നു. അകത്തോട്ട് കയറട്ടെ? ജോക്കി ഇപ്പൊ പറഞ്ഞ ഡോസേജ് ഇല്ലേ, ബിയ ഖലീഫയുടെ ചന്തിക്ക് വെച്ച മരുന്ന്, ആ മരുന്നായിട്ട് വെളിയിൽ നിൽപ്പുണ്ട് അവര്. ആരാ? കേക്ക്. ഒരു കാര്യം പറയട്ടെ, ഈ ഉണ്ട് കിണ്ടിയുണ്ടെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പുള്ളിയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അറിയാം യഥാർത്ഥ അവസ്ഥ. ദൈവത്തെ ഓർത്ത തലയെ കയറ്റിയൊന്നും വെക്കണ്ട. ആ ബിൽഡിങ്ങിനകത്ത് ഫസ്റ്റ് ഡോറും ലാസ്റ്റ് ഡോറിനും മാത്രമേ ഉള്ളൂ പൂട്ട്. എന്തോ ഫസ്റ്റ് ഡോറിനും ഗേറ്റിനും മാത്രമേ ഉള്ളൂ പൂട്ട്. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറെ ഫിംഗർ പ്രിന്റ് സാമാനങ്ങളുണ്ട്. അതൊന്നും ആവശ്യമേ ഇല്ല. ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ ഓഫീസിൽ ചെന്ന് നോക്കുന്ന സമയത്ത് മറ്റേ ചുമന്ന കോണാനും മറ്റേ എന്തുവാ സ്പെല്ലിംഗ് പോലും അറിയാത്ത എന്തോ. നമുക്ക് അത് നോക്കണ്ടല്ലോ, നമുക്ക് ഈ ഷോട്ട് അടിക്കേണ്ടി വരുന്നത്. അതല്ല ഞാൻ പറയുന്നേ, മറ്റേ തലയിൽ കയറ്റി വെക്കണ്ട. പക്ഷെ നമ്മള് പുള്ളി അങ്ങനെ താഴ്ത്തി കാണിക്കുന്നതായിട്ടും വേണ്ട. ജോക്കി സംസാരിക്കണ്ട, ജോക്കി മാനേജ് ചെയ്തോ. ഞാൻ മാനേജ് ചെയ്യാം. ഇന്ത്യ വരുന്നില്ല ഇങ്ങനെ.
അന്ന് ഈ മിസ്റ്റർ നമ്മള് എക്സിനെ കഥ പറഞ്ഞു തീർന്നില്ല കേട്ടോ. എനിക്കൊരു സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അവരെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാണ്ടാത്തതിനെ പറ്റില്ലേ. നീ എന്നാ ഫുള്ള് പോയി ചെക്ക് ചെയ്തിട്ടോ, ഞങ്ങൾ അത് സംസാരിച്ചിരിക്കാം. എടാ ഒന്ന് വന്നെടാ. മോനെ എന്റെ മോനെ വാ. അളിയാ ചന്ദ്ര എടാ ചന്ദ്ര, ഇത് മിസ്റ്റർ എക്സി എന്നുള്ളതല്ലടാ. അല്ലേ കേക്ക് ആരും പിന്നെ എടാ ഇത് വേറെ. കേക്ക് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ കേക്ക് അല്ലേ? അല്ലല്ലല്ലല്ല, ഇത് വേറെ ആള്. നീല മുടി മാറ്റി ഇത് കഴപ്പിടവിൽ ഇന്ത്യ വാസു. അളിയാ ചന്ദ്ര ഒരു പടം വന്നിരിക്കണ ഫ്രണ്ടില്. വിളിച്ചിട്ടോ. ആ ഹലോ. മിസ്റ്റർ കേക്കെ, how do you do? How do you do? I'm fine. How are you? പൊന്നു മോനെ, നിന്നെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ ഉള്ളൂ. എന്റെ പൊന്ന് കേടി. കേടിയായിരുന്നു, കേടി. ഇപ്പം ആളുടെ സൗഹൃദം ഇമാതിരി ആൾക്കാരായിട്ടാണ്. ഇത് എവിടെ പോയി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയണ മിയാക്കലിപ്പടെ ചന്തിക്ക് വെച്ച മരുന്ന് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടാ. ഇത് ടൈപ്പ് ലാസ്റ്റ് പ്രോപ്പർ പറയുവാണെങ്കിൽ അങ്ങനെ ആണ് എനിക്ക് തോന്നണം. കണ്ടിട്ട് വാ നോക്കാം എന്താണെന്ന് നോക്കാം. ഗ്യാങ് വണ്ടിയെല്ലാം എടുത്ത് സേവ് ചെയ്യൂടാ. ഗ്യാങ് വണ്ടിയെല്ലാം എടുത്ത് സേവ് ചെയ്യൂടാ. ഓ റേഡിയോയിൽ ഇല്ലല്ലേ ഞാൻ. അല്ല അത് പണ്ടായിരുന്നു, ഇപ്പൊ അതല്ല. എടാ ഈ വെളിയിൽ കിടക്കുന്ന ഗ്യാങ് വണ്ടിയെല്ലാം നമ്മുടെ ഒന്ന് സേവ് ചെയ്തേക്കൂടാ. അത് 2 വർഷം മുന്നേ FK ആരോ ഇല്ലണ്ണ ആരില്ല. ഡീമണ്ട് അപരനാരെന്നാ വിചാരിച്ചേ. ബാക്കി നോക്കിയപ്പോ ഇതാണോ ചത്തിരിക്കണ. ടിവിയുടെ മുകളിലുള്ള അടിച്ച് ചാരി വെച്ചേക്കുന്നുണ്ടാ. ഇങ്ങനെ മറ്റേ ഡെസ്ട്രോയിട്ട് അടിയായി. അവ എടുത്തിട്ട് ഇടിച്ച ചാരി ഇടിച്ചിടാൻ പോലും പറ്റുള്ള അങ്ങനെ കൊണ്ടുവന്ന നമുക്കൊരു മീറ്റിംഗ് റൂം വെളിയിൽ കുറച്ച് വലുത് വേണം കേട്ടാ. ഇല്ല നമ്മ ഈ റൂം ഇരുന്നാൽ പുറക്കണം. ആരാണ് രായ വീട് പണിയുമ്പോഴേ രായ ഒരു 40-50 ഒരു 40 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് റൂം വേണം കേട്ടാ. നമുക്ക് ഇരിക്കാൻ പറ്റണം കേട്ടാ. അതായത് ഇവിടെ അകത്ത് പണിയണോ അതോ വെളിയിൽ അത് ഓൾറെഡി ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യണം? ആ ഓക്കെ. ടോർച്ചർ റൂം വേണേ ഒരെണ്ണം. അത് ഇല്ല മൊത്തത്തിലെല്ലാം ഒരു വരുന്ന സംഭവമായിരുന്നു. അല്ല ടോർച്ചർ റൂം എനിക്ക് എന്തായാലും വേണം. അത് ഉറപ്പായിട്ടും. ഓക്കെ ഇവരെ നിർത്തുക വാസു. എല്ലാരും നിക്കണ്ട. എല്ലാരും ഇരിക്കും. നിങ്ങൾ നമ്മളെ ഗസ്റ്റ് അല്ലേ, നമ്മൾ ഇരുന്നായിരുന്നു. അണ്ണാ എനിക്ക് കുത്തിയതായത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പോസിറ്റീവ് ആണ് ഗാരി വൈറസ്. എടാ അപ്പുകൂട്ടനൊക്കെ എന്താ ഈ ഗാരി വൈറസിന്റെ എഫക്ട് എന്താ? നമുക്ക് അത് പിടിപെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗാരി വൈറസ്? അണ്ടിയില്ലാത്തവന്മാർക്ക് അത് ബാധിക്കത്തില്ല. സോ ആൾക്കാരൊക്കെ പറഞ്ഞു ബോയ്സ് എന്ന് വിളിക്കുന്നത് നിങ്ങളാണോ മണ്ടന്മാരെ? മുന്നോട്ടേക്ക് സാർ. ഹലോ പറയൂ സാർ. എന്റെ പേര് രാഘവൻ പിള്ള. രാഘവൻജി ഒരു ദിവസം കൊണ്ട് ജോക്കി ഓർമ്മയുണ്ട്. ജോക്കി ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ വൈറസിന്റെ കാര്യങ്ങളെ പറ്റി. ഒരു 2 ദിവസം മുമ്പ് ജോക്കിയും നിങ്ങളെ പിള്ളേരും കൂടി നമുക്ക് ഒരു സഹായം ചെയ്തായിരുന്നു. ഒരു വലിയ സഹായമായിരുന്നു അത്. ബാലൻസ് നിങ്ങളെ അറിയിക്കാനും അതിനുള്ള വാക്സിനേഷനും കൂടി പറയാൻ വേണ്ടി പറഞ്ഞത്. ഇതിലിപ്പോ നിങ്ങൾ 2 പേര്, ഒരു മദാര, ഇത് ഡ്യൂപ്ലിക്കേറ്റ് കൺഫേം ഫുള്ള് ഇങ്ങനെ കാശായിട്ടുള്ള എന്താ പരിപാടിയാണ്. ഒന്ന് നോക്കിയാണ്
നമുക്ക് വാക്സിൻ എടുക്കാനുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആന്റിവൈറസ് കൊടുക്കും, നെഗറ്റീവ് ആണെങ്കിൽ പ്രിക്കോഷന്റെ ഭാഗമായിട്ടുള്ള ഡോസ് എടുക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. അല്ല ഈ ഡോസ് എടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? പണ്ട് കോവിഡ് ഡോസ് എടുത്തതിന് ശേഷം അറ്റാക്ക് ഒക്കെ വരുമെന്ന് ആൾക്കാർ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും വരുമോ? ഇല്ല അങ്ങനൊന്നും വരില്ല. കാരണം നമ്മൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിപ്പോ എന്തിനാ ടെസ്റ്റ് ചെയ്തത്? പറ്റിലെ പൂച്ചയുടെ മർത്താ? അല്ല, മരത്തിൽ സ്വന്തമായിട്ടല്ലേ ഒരു മരത്തിൽ വെച്ച് നോക്കി. ചന്ദ്ര ഓൺ എക്സ്പീരിയൻസ് ഓൺ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊക്കെ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ ഓൾറെഡി? ഇവരൊക്കെ ഓൾറെഡി ആന്റിഡോട്ട് ഒക്കെ എടുത്തിട്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന സാറിനൊക്കെ ഉണ്ടോ ആ ബ്ലൂ കളർ? ആ ആ സാർ, ഈ സാർ, അതാണ് തെളിവ്. ഉണ്ടല്ലോ മൊത്ത്. എവിടെ അല്ലല്ല. സാർ അതും കൂടെ കാണിച്ചു. എഴുന്നേക്കാനൊരു കാലിനൊക്കെ ഒരു തളർച്ച തോന്നുന്നു. ഓഫീസേഴ്സ് എല്ലാം എടുത്തതാണ്. പിന്നെ മിയ ഖലീഫ എങ്ങനെ ഇരിക്കുന്നു സാർ? മിയ ഖലീഫയ്ക്ക് കുറവുണ്ടോ? ആ കുറവുണ്ട്. ഭീമാകാരം ചത്തുപോയല്ലേ? ഇല്ലല്ലോ, ഭീമാകാരം ഉണ്ടല്ലേ? ഉണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റോറിയിൽ ചത്തുപോയായിരുന്നു. അത് കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ മറ്റേ ആഴ്ന്ന് ചൂട് സംഭവം അത് തന്നെ. അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തർ ഡ്രസ് ചെയ്യണം നമ്മളെ. അതെ. അപ്പൊ ചന്ദ്രൻ ആദ്യം ഡ്രസ് ചെയ്യും. ഓരോരായിട്ട് വന്നാല്. സാർ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. ആ ചോദിച്ചോളൂ. ഇത് മറ്റേ ഇതുപോലെ 1, 2, 3 ഡോസ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഒറ്റ ഡോസേ ഉള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ ആന്റിവൈറസിന്റെ ഒരു ഡോട്ടും, നെഗറ്റീവ് ആണെങ്കിൽ പ്രിക്കോഷന്റെ ഒരു ഡോസ്. ഉണ്ടെങ്കിലും ഡോസ് എടുത്തേ പറ്റുള്ളൂ അല്ലേ? ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാനുള്ള ആന്റിഡോട്ടിന്റെ ഡോസ്, അതില്ലെങ്കിൽ പ്രിക്കോഷന് വേണ്ടിയിട്ടുള്ള ഡോസ് വരാതിരിക്കാൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതെടുക്കണം. ആദ്യം തന്നെ വാസു എടുത്തോളൂ. ഗ്യാങ്ങിന് ഒരു മുതൽക്കൂട്ടായി ചുണക്കുട്ടനായി എടുക്കടാ അങ്ങോട്ട്. ജോക്കി, ഇത്രയും ഞാൻ ചന്ദ്രൻ അത്രയും വിഷമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച അവനെ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എടുക്കട്ടെ. വാ ചന്ദ്ര, വാ ചന്ദ്ര, വാ ചന്ദ്ര. കണ്ടവരൊക്കെ കണ്ടുപിടിച്ച മരുന്നിന് ചന്തി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. മന്ദാത്തിലുള്ള കൊടു വലിയ പ്രശ്നം. എനിക്കൊന്നും വയ്യ പൈസ കാണിച്ച സാധനങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ ഇതെന്തോ നമ്മള് എനിക്ക് തോന്നാൻ നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഡൗട്ട് പറയാം. എന്റെ ഒരു അസംഷൻ ഞാൻ പറയാം. അതായത് നമ്മൾ പെമ്പിള്ളേരെ പുറകെ പോവാതിരിക്കാൻ നമ്മുടെ ഉപേന്ദ്രങ്ങൾക്ക് എന്തോ ആപത്ത് ഇതെന്തോ ഉപയോഗിക്കാതിരിക്കുള്ള എന്തോ സാധനമാണ് ഇത്. നോട്ട് സൈഡ് എഫക്ട് പിന്നെ അതാണ് ഇത്. അപ്പൊ തന്നെ ഇത് ഞാൻ കാര്യം ഉരയ്ക്കാൻ കാർഡ് വേണം നമുക്ക്. വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അണ്ണനോട് എന്തായാലും എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എടുക്കും. അണ്ണ എടുത്ത്